ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റൂം മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഈ റൂമിൽ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വർഷം ആവാനായി. അപ്പം ഈ സെയിം നിലയിൽ തന്നെ ഈ റൂം കിടന്ന് ഇവിടെ നിന്ന് എനിക്ക് ബോറടിച്ച്. അപ്പം ചെറിയൊരു മേക്ക് ഓവറൊക്കെ ആവാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ എനിക്ക് ആ സെൻറ്ററിൽ നിന്ന് ആ ബെഡൊന്നും എടുത്ത് മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എൻ്റെ അലമാരി ഫുള്ളായിട്ട് മെസ്സായി കിടക്കുക. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നതാണ്. അപ്പോഴത്തേക്കും ഈ കോലമായിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ ഞാൻ എല്ലാം വലിച്ചു വാരി കൊണ്ടുപോകും. അതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അലമാരി ക്ലീൻ ചെയ്യാം. പിന്നെ കൂടുതൽ പണിയൊന്നുമില്ല, എന്നാലും കുറച്ച് പണിയുണ്ട്. വേണ്ടാത്ത സാധനങ്ങൾ ഒഴിവാക്കാനും വേണ്ടി സാധനങ്ങൾ കുത്തിക്കയറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബെഡ് ഒന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് ഇട്ടു. അപ്പം തന്നെ റൂമിന് കുറേ സ്പേസ് കിട്ടി. അപ്പോഴാണെങ്കിൽ കുറച്ചൊരു സമാധാനമുണ്ട്. റൂമിൻ്റെ വൈബ് കുറച്ച് മാറി കുറച്ചെങ്കിലും. അപ്പം ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടു. പിന്നെ ജനലിൻ്റെ നേരെയായിരുന്നു ആദ്യം ബെഡ് ഉണ്ടായിരുന്നത്. അപ്പം വെളിച്ചം നമുക്ക് അങ്ങനെ പെട്ടെന്ന് നല്ലോണം കാണാൻ പറ്റില്ല. ഇപ്പം സൈഡിലേക്ക് ആക്കിയപ്പം വെളിച്ചം നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ആ ഫോട്ടോസൊക്കെ ഞാൻ അവിടുന്ന് പറിച്ച് മാറ്റി. പിന്നെ അലമാര ഞാൻ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടിയൊക്കെ ഫിനിഷിങ്ങിലാവല്ലേ. പിന്നെ ഒരു ചുമരിൽ ഇതുപോലത്തെ മിറർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ വെച്ച സ്ഥലമില്ലേ, അവിടെയാണ് ഞാൻ ഒട്ടിച്ചത്. പിന്നെ ഒട്ടിച്ചതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അത് ലാസ്റ്റിൽ കാണാം. പിന്നെ ഇവിടെ ഞാൻ പറിക്കുന്ന ഈ സ്ഥലത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എസ്തറ്റിക് പോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കാണാം. പിൻട്രസ്റ്റിലൊക്കെ ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസ് കാണാം. ഇത് ഞാനൊരു പിൻട്രസ്റ്റ് വൈബ് എന്ന് ചോദിച്ചാൽ അങ്ങനൊരു എസ്തറ്റിക് പിൻട്രസ്റ്റ് വൈബും അല്ല, എന്നാലും ആണ്. അങ്ങനത്തെ ഒരു പോസ്റ്റേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിനും ചെറിയ പൈസ ആയിട്ടുള്ളൂ. അപ്പം ഇത് 52 പീസ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിന് ഒട്ടിച്ചു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വെയിലത്തിലെ റൂമിൽ ഒട്ടിച്ചപ്പോൾ അതുപോലെ തന്നെയാണ്, നല്ല ഭംഗിയുണ്ടെങ്കിലും. മിറർ പറിച്ച സ്ഥലത്ത് കുറച്ച് പെയിൻ്റൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ച് കൊടുത്തിട്ട് അവിടെ ഉള്ളൊരു സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു പെയിൻറ്റിങ് കൂടി കൊടുത്തു. അത് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒട്ടിച്ചപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതുപോലെയല്ല, വെയിലടിക്കുമ്പോൾ ഒന്നാമത് ജനലിൻ്റെ മുകളിൽ നിന്ന് ഈ സ്ഥലത്തേക്കാണ് വെയിലടിക്കുക. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നമ്മളെ ടോണിക്കൊക്കെ കിട്ടുന്ന ഇത് ബോട്ടിലുണ്ടല്ലോ, അതിൽ ചെറിയൊരു ക്രാഫ്റ്റ് പരിപാടി ചെയ്തു. പിന്നെ ഇപ്പം ഭയങ്കര പൊടിപടലങ്ങളും ക്ലൈമറ്റ് കൊണ്ടാണോ എന്നറിയില്ല, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് സംസാരിക്കാൻ സൗണ്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതാദ്യം ഈ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് പെയിൻറ്റ് കൊടുത്തു ബേസായിട്ട്. അതിൻ്റെ മുകളിൽ പിന്നെ പിങ്കും പിന്നെ യെല്ലോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതും കുറച്ചൊക്കെ ചെയ്തു. ആ ബാക്കിൽ കണ്ടില്ല ഞാൻ തൂക്കിയിട്ടത്, അതും ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ സാധനം കേട്ടോ. അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. അതും ഞാൻ ആ ഷോക്കേസ് പോലത്തെ സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കഷ്ടപ്പെട്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ഉണങ്ങാൻ വെച്ചു. അതിന് മുകളിൽ ചെറിയ ചെറിയ മറ്റേ ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ വരച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അൽമാറിൻ്റെ ഗ്ലാസ്സൊക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല, കുറേ ദിവസം എടുത്തിട്ടാണ് ഞാൻ കുറച്ച് ഓരോ ദിവസം ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് റൂമിൽ ഞാൻ വെച്ചത് മറ്റേ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ്, അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ സ്നേക്ക് പ്ലാന്റും ആണ്. ഇപ്പോൾ റൂമൊക്കെ കാണാൻ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മിറർ വെക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് വാളിൽ, പക്ഷെ എനിക്ക് എൻ്റെ ബഡ്ജറ്റിലുള്ളൊരു മിറർ കിട്ടിയില്ല. പിന്നെ ഒരിക്കൽ ചെയ്യണം. അപ്പോൾ ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ട്?
രസമല്ലേ? ഇപ്പം റൂമിൽ വേറെ തന്നെ ഒരു വൈബാട്ടോ, നല്ല രസമാണ് കാണാൻ. പിന്നെ ഞാൻ നേരത്തെ അവിടുന്ന് പറിച്ച് കളഞ്ഞ ആ മിറർ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെയാണ് ഒട്ടിച്ചത്. എന്നിട്ട് അതിൻ്റെ വക്കത്ത് കൂടെ കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതൊക്കെ ഓരോ പാത്രത്തിൻ്റെ മൂടിയാണ്. ആ മൂടിമേൽ ഞാൻ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് തട്ടിക്കൂട്ടി വെച്ചതാണ്. പക്ഷെ അതും രസമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഫൈനൽ കാണുന്നത്. പിന്നെ ഈ ഒരു റാക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്കത് കിട്ടിയത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.